ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നിപ്പോൾ ഞാനിതാ ഉസ്താദ്മാരുടെ ചിലവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ക്ലിപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അങ്ങനെ സമയം ഉണ്ടായിരുന്നില്ല. കുർബാൻ കൊടുക്കുമ്പോഴേക്കും വരുമല്ലോ. അപ്പോൾ പിന്നെ വേഗം ചെയ്യേണ്ടേ വേണ്ട അതിന് നിന്നിട്ടാ. എല്ലാതും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം അരിഞ്ഞിട്ട് പയറുപ്പേരി, ചിക്കൻ ഗ്രേവി, മോരുകറി, പപ്പടം അങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആക്കിയിട്ടുണ്ടാകും. ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചു. അപ്പോഴേക്കും ഞാനത് അടുപ്പിൽ മോര് കറിക്കുള്ള കഷ്ണങ്ങൾ വേവിച്ച് വെച്ചു കേട്ടോ. പിന്നെ കുക്കർ വെച്ചിട്ട് അതിലേക്ക് വലിയ ഉള്ളിയും തക്കാളി ഇട്ടിട്ട് ഒന്ന് വിസിലടുപ്പിച്ചു. നമ്മുടെ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് തക്കാളി ഉള്ളി ഇട്ടിട്ട് ഒറ്റ വിസിലിടുക. അപ്പോൾ അത് നന്നായി വെന്ത് കിട്ടും. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടിട്ടാ. പിന്നെയാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂട്ടുക. പിന്നെ നമ്മൾ ചിക്കനിലെ എല്ലാ മസാലയും കൂടി ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് ഒരു 1.5 മണിക്കൂറായി തിരുമ്പി വെച്ചിട്ട്. അപ്പോൾ അതിന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇതിലേക്ക് കൊട്ടി 2 വിസിലൊക്കെ ഇട്ടാൽ മതി കേട്ടോ. പക്ഷേ നമ്മളിത് കൊട്ടുമ്പോഴും കുറേശ്ശെ മുളക് പൊടിയും ഒക്കെ കാണിക്കണം കേട്ടോ. അതിൻ്റെ ഒരു ഉള്ളിയിലേക്ക് മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് കാണിക്കണം. അങ്ങനെ അതവിടെ റെഡി ആകുമ്പോഴേക്കും ഞാൻ പയറുപ്പേരി കേട്ടോ. പയറുപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ ചട്ടി വെച്ചു, കടുക് വറുത്തു, പച്ചമുളക്, വലിയ ഉള്ളി, കുറച്ച് സാമ്പാർ പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോൾ അതവിടെ ആവിയിൽ കിടന്ന് അതും വെന്തോളും. പിന്നെന്താ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണികളൊക്കെ ഞാൻ വേഗം രാവിലെ എണീച്ചും വേഗം എൻ്റെ അടിക്കലും തുടക്കലൊക്കെ കഴിച്ചു. മെഷീനിൽ തിരുമ്മലും എല്ലാം കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറിയത്. അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴേക്കും ഇങ്ങനെയും 1 മണിയാവും. പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. പിന്നെ വെയ്ക്കില്ല. കാരണം അടുക്കളയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയല്ലേ. പിന്നെ പണി കഴിയുമ്പോൾ വെയ്ക്കില്ല. അപ്പോൾ പിന്നെ വേഗത ഉപ്പേരി കേട്ടോ. പയറുപ്പേരി വെക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് പയറൊന്ന് വേകാൻ വേണ്ടി മാത്രമേ കുറച്ച് വെള്ളം വെച്ചു കേട്ടോ. പിന്നെ അത് അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഉള്ളിയും തക്കാളി നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചെറിയ ഉള്ളീൻ്റെ പേസ്റ്റ് കേട്ടോ. ഞാൻ ചിക്കൻ കറി വയ്ക്കുമ്പോഴൊക്കെ അത്യാവശ്യം ചെറിയ ഉള്ളി ഇടാറുണ്ട് കേട്ടോ. ചിലവരൊന്നും ഇടില്ല, അതുകൊണ്ട് ഞാൻ ഇടാറുണ്ട്. പിന്നെ അതാ ചിക്കനിലേക്ക് അതൊക്കെ കൊട്ടി. പിന്നെ ശേഷം കുറച്ച് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടിയൊക്കെ അതിലുണ്ട്. ആ ഉള്ളിയിൽ മസാല പിടിക്കാനായിട്ട്. ഉള്ളിയിൽ മസാല ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൽ കുറച്ച് മസാല ഉണ്ടാകാൻ വേണ്ടി മാത്രം കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് അത് കുക്കറിൽ ഞാൻ റെഡിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് കൊട്ടിയിട്ട് 2 വിസിൽ വന്നാൽ നമ്മുടെ ചിക്കൻ ഗ്രേവി റെഡിയായി കേട്ടോ. പിന്നെ ഒന്ന് ലാസ്റ്റ് കുരുമുളക് പൊടിയിട്ട് തിളപ്പിക്കണം, ചട്ടി മാറ്റിയിട്ട്. അപ്പോഴാണ് അതൊരു പെപ്പർ ചിക്കൻ പോലെ അങ്ങനെ ഒരു കുഴമ്പിയനായിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ പരിപാടി എന്നപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ചിക്കൻ നന്നായി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് കുട്ടിയില്ലേ. അപ്പോൾ അവിടെ പയറുപ്പേരും വേഗമുണ്ട്. ഇപ്പോൾ ചിക്കൻ കറി ആയുള്ളൂ, ചിക്കൻ ഗ്രേവി കേട്ടോ. പിന്നെ ചോറ് അടുപ്പത്താണ് വെന്തുകൊണ്ടിരിക്കുന്നത്. അത് രാവിലെ തന്നെ ഒരു 9 മണിയാകുമ്പോൾ കരി ഇട്ടിട്ടുണ്ട്. നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ അവിടെ കിടന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഞാൻ തിരിയണേ ഇല്ല കേട്ടോ. പിന്നെ അപ്പോഴേക്കതാ ഞാൻ ചേനയും കുമ്പളങ്ങയും വാഴയ്ക്ക് ഇട്ടിട്ടാണ് വെക്കുന്നത്. അതിലേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും തക്കാളിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല ജീരകം ഇട്ട് തേങ്ങയും ചെറിയുള്ളി അരച്ച് അതും കൂട്ടി തിളച്ച ശേഷം ഞാൻ എൻ്റെ തൈര് ഒഴിച്ചു. അതവിടെ സെറ്റായി. എന്നിട്ട് നമ്മൾ വറമുളകും വലിയ ഉള്ളിയൊക്കെ ഇട്ട് താളിക്കുക കേട്ടോ. അങ്ങനെ മോര് കറി റെഡിയായി ഉണ്ടോ. അതവിടെ തിളയാവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുപാട് വെള്ളം പോലെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വറ്റിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അത് നന്നായി തിളയ്ക്കുമ്പോൾ അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് അടിപൊളി ഉണ്ടാവും. പിന്നെ ഇത് നമ്മുടെ മോര് കറിയിലേക്കുള്ള താളിപ്പാണ് കേട്ടോ. പിന്നെ അത് നന്നായിട്ട് ഇനി നമ്മൾ തൈര് ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കാൻ വെക്കരുത് കേട്ടോ. അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ അത് അതിലേക്കുള്ള വറവിട്ടു. പിന്നെ ഇനി പപ്പടം പൊരിച്ച് വെച്ചാൽ എൻ്റെ പണികൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ വാങ്ങി കൊടുക്കാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് കൊണ്ടുപോകണമൊക്കെ വന്ന് പോയിട്ട് വേണം കുളി നിസ്കാരമൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇനി വാങ്ങി കൊടുത്ത ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോഴേക്ക് അത് നമ്മുടെ സെറ്റായി കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും വലിയുള്ളിയും വറമുളകും ഒക്കെ ഇട്ട് താളിച്ചിട്ട് അതിനോട് മോര് കറിയൊക്കെ കൂട്ടുക കേട്ടോ. അങ്ങനെ അതും സെറ്റായി. പയറുപ്പേരി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷം പറയുമോ? മഴ എപ്പോഴും നിന്നിട്ടില്ല അല്ലേ? എല്ലാവരും നല്ല മഴയുണ്ടല്ലോ അല്ലേ? എല്ലാവരും ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ കണ്ടോ നമ്മുടെ മോര് കറി സെറ്റായി. ഇവിടെ ചിക്കൻ കണ്ടോ, അതൊക്കെ വെട്ടി ഒക്കെ ഗ്രേവിയൊക്കെ സൂപ്പറായി അടിപൊളി വന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടോ. ചോറും പയറുപ്പേരി ഗ്രേവിയൊക്കെ കണ്ടോ എല്ലാം റെഡിയായി കേട്ടോ. അപ്പോൾ ഇതൊക്കെ വന്നു. ഇനി പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബായ്.